ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ മോശെ, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളി ചെയ്തത് ഇതുതന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. ലേവ്യ പുസ്തകം അഥവാ തോറ ന്യായപ്രമാണത്തിൻ്റെ ഭാഗമാണ്. സമാഗമന കൂടാരത്തിലും ആലയത്തിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ലേവ്യർക്കും പുരോഹിതർക്കും യഹോവ നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് ലേവ്യ പുസ്തകം. ഈ പുസ്തകത്തിൽ ആകെ 2 സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഉള്ളത്. 10-ാം അധ്യായം 1 മുതൽ 7 വരെയും 24-ാം അധ്യായം 10 മുതൽ 16 വരെയും ഉള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. തുടർന്ന് ഈ പുസ്തകത്തിൽ കാണുന്നതെല്ലാം മത ആചാരവിധികളും നിയമങ്ങളുമാണ്. ഇന്നത്തെ വായനഭാഗത്തും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധതയിലേക്കുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെക്കുറിച്ചാണ്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ആരാധനയിൽ അനുസരണം പ്രധാനമാണ്. ആരാധനയിൽ വികാരത്തെക്കാൾ അനുസരണത്തിനാണ് പ്രാധാന്യം. ആരാധനയിലെ ദൈവിക സാന്നിധ്യത്തെ നിസ്സാരമായോ അലംഭാവത്തോടെയോ കാണുവാനായിട്ട് പാടില്ല. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിലെ സംഭവത്തിൽ നാദാബും അബീഹുവും തങ്ങളോട് കൽപ്പിക്കാത്ത അപരിചിതമായ അഗ്നി യഹോവയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. തങ്ങൾക്ക് ലഭിക്കാത്ത നിയോഗം അവർ സേവനമായോ ഉത്തരവാദിത്വമായോ അവിടെ കരുതുന്നു. അതിൻ്റെ ഫലമായി യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളയുന്നതായിട്ട് കാണുന്നു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചു പോയതായും അവിടെ പറയപ്പെടുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വിശുദ്ധത അവഗണിച്ചതിനാൽ കടുത്ത വിധിക്ക് ഇരയായിത്തീരുന്നു. അതിനാൽ ആരാധനയിൽ വികാരങ്ങൾക്കല്ല പ്രാധാന്യം. ഭൂമണ്ഡലത്തിൻ്റെയും സ്രഷ്ടാവായ യഹോവയുടെ മുന്നിൽ അഥവാ ആരാധനയുടെ മധ്യത്തിൽ ഭയത്തോടും ബഹുമാനത്തോടും അനുസരണത്തോടും കൂടെ നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ആരാധന ശുദ്ധീകരണത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഇവിടെ 12-ാം അധ്യായത്തിൽ പ്രസവ ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രസവത്തിന് ശേഷം സ്ത്രീ ശുദ്ധീകരിക്കപ്പെടേണ്ട കാലത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ജനനത്തിൻ്റെയും ശുദ്ധീകരണത്തിനുമുള്ള കാലത്തിലും വ്യത്യാസങ്ങൾ ഇവിടെ വരുത്തിയിരിക്കുന്നു. ഇവിടെ പ്രസവ അനന്തരമുണ്ടാകുന്ന രക്തസ്രാവമാണ് അശുദ്ധിയുടെ പ്രധാന കാരണമായി പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സ്ത്രീയെ അപമാനിക്കുകയല്ല, മറിച്ച് ഒരു സ്ത്രീയുടെ ആരോഗ്യവും ആരാധനകളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന നിയമമായി നമുക്കിതിനെ കരുതാം. മനുഷ്യ ജീവിതം പാപ സ്വഭാവത്തോടെ ജനിക്കുന്നു എന്നതിൻ്റെ ഓർമ്മയാണ് ഇവിടെ വെളിവാകുന്നത്. അതിൽ നിന്നുള്ള ശുദ്ധീകരണം അത് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. അതിനാൽ ആരാധനയും കുടുംബ ജീവിതവും എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധതയിലേക്കും നമ്മെ നയിക്കുന്നതാകണം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പ്രിയ കർത്താവേ, വിനയത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം അവിടുത്തെ പരിശുദ്ധതയിലേക്കുള്ള നിയോഗമാണെന്ന് മനസ്സിലാക്കി അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.